Good morning dear students. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ മോഡലിലുള്ള ഇൻആഡിക്വേസീസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ കണ്ടായിരുന്നു നമുക്ക് ചിലപ്പം അൺഈക്വൽ വേരിയൻസസ് വരാം, അല്ലെങ്കിൽ നമ്മൾ മോഡലിൽ ലീനിയർ ആവത്തില്ല. അപ്പോൾ ആ ഒരു കേസിലൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മോഡലിനെ നല്ല ആഡിക്വൻ്റ് ആയിട്ടുള്ള മോഡലാക്കി മാറ്റുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. The regression model fitting by the OLS principle is based on several assumptions. Apart from the assumption of the errors, it is also assumed that the form of the model, including the specifications of the regressors, is correct. Residual plots are powerful methods to detect violation of these assumptions. അപ്പോൾ നമുക്കറിയാം നമ്മുടെ OLS പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് കുറേ അസംഷൻസ് ഉണ്ട്. റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിനെ പറ്റിയാണെങ്കിലും നമ്മുടെ മോഡലിനെ പറ്റിയൊക്കെ ആണെങ്കിലും നമുക്ക് കുറേ അസംഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് നല്ലൊരു മോഡൽ കിട്ടത്തുള്ളൂ. ചില കേസിൽ ഈ അസംഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്യുന്ന കേസസ് വരും. അപ്പോൾ ആ വയലേറ്റ് ചെയ്യുന്ന കേസസിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മോഡൽ ബെസ്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ റെസിജ്വൽ പ്ലോട്ട്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത റെസിജ്വൽ പ്ലോട്ട്സിനെ പറ്റി. അപ്പോൾ റെസിജ്വൽ പ്ലോട്ട് വഴിയാണ് നമ്മുടെ ചെക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന മോഡൽ നല്ലതാണോ അല്ലയോ എന്നും, അല്ലെങ്കിൽ വേരിയൻസ് സെയിം ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസംഷനിൽ നിന്ന് വ്യത്യാസമുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് റെസിജ്വൽ പ്ലോട്ട്സിൻ്റെ ആ ഒരു പ്ലോട്ടിൻ്റെ ഷേപ്പ് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ്. After finding that some assumptions are violated, we need to build the model in an appropriate manner. നമ്മുടെ അസംഷൻ എന്തെങ്കിലുമൊക്കെ തെറ്റാണെന്ന് കണ്ടാൽ നമുക്ക് നമ്മുടെ മോഡലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി ആ ഒരു നമ്മുടെ അസ്യൂം ചെയ്തിരിക്കുന്ന നമ്മുടെ സെറ്റ് ഓഫ് അസംഷൻസ് ഇല്ലേ, ആ ഒരു അസംഷൻസിലേക്ക് തന്നെ നമ്മുടെ മോഡലിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. Sometimes the metric of a regressor and or the response variable may be inappropriately specified, and this may introduce the problem of unequal variances of the YAs. ചില കേസിൽ നമ്മൾ എടുത്തിരിക്കുന്ന റെസ്പോൺസ് വേരിയബിൾ അല്ലെങ്കിൽ നമ്മുടെ റിഗ്രസേഴ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കേസിൽ ഈക്വൽ വേരിയൻസ് ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഈക്വൽ വേരിയൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ചിലപ്പോൾ അവിടെ വയലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. In these cases, a transformation of the variables will solve the problem. അപ്പോൾ നമുക്ക് അൺഈക്വൽ വേരിയൻസസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ് വരുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ അൺഈക്വൽ വേരിയൻസസ് എന്നുള്ള ആ ഒരു പ്രശ്നം ചിലപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Sometimes instead of ordinary least squares, we may have to follow a weighted least square approach. അപ്പോൾ നമ്മൾ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ ആണ് സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ അപ്രോപ്രിയേറ്റ് അല്ല എന്ന് കണ്ടാൽ നമുക്ക് വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ നമ്മൾ ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ ഒക്കെ എന്താണെന്ന് നമ്മൾ അടുത്ത സെക്ഷനിലൊക്കെ പഠിക്കുന്നതാണ്. നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് വേരിയൻസ് സ്റ്റെബിലൈസിങ് ട്രാൻസ്ഫോർമേഷൻ. വേരിയൻസ് സ്റ്റെബിലൈസിങ് ട്രാൻസ്ഫോർമേഷൻ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വേരിയൻസ് ആയിരിക്കണം. എറർ ഫോളോസ് കോൺസ്റ്റന്റ് വേരിയൻസ് എന്നുള്ളൊരു അസംഷൻ നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു കോൺസ്റ്റന്റ് വേരിയൻസ് അല്ല വരുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തി വേരിയൻസിനെ കോൺസ്റ്റന്റ് ആക്കുന്നതെന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്നത്. ദ അസംഷൻ ഓഫ് കോമൺ വേരിയൻസ് ഈസ് എ ബേസിക് റിക്വയർമെന്റ് ഓഫ് റിഗ്രഷൻ അനാലിസിസ് യൂസിങ് OLS. One situation where the assumption is violated is when the variance of y is functionally related to the mean of y. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മോഡല് കോൺസ്റ്റന്റ് വേരിയൻസ് ആയിരിക്കണം. ചില കേസസിൽ ഈ ഒരു അസംഷൻ വയലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുവാണ്. എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പം നമ്മുടെ വൈയുടെ വേരിയൻസ് എന്ന് പറയുന്നത് വൈയുടെ മീനായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് കാണും, എന്തെങ്കിലും ഒരു ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് കാണും. അപ്പോൾ അങ്ങനെ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് വരുവാണെങ്കിൽ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വേരിയൻസ് കിട്ടത്തില്ല. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഇഫ് വൈ ഈസ് എ പോയിസോൺ കൗണ്ട് ഡേറ്റ, then variance of y is equal to expectation of y, and y is a binomial proportion, then variance of y is proportional to expectation of y into 1 minus expectation of y. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ y എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് നോക്കാം. y പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലുള്ള പ്രത്യേകത എന്താ? പോയിസോണിൻ്റെ കേസിൽ മീനും വേരിയൻസും സെയിം അല്ലേ? അപ്പോൾ നമ്മുടെ വേരിയൻസ് ഓഫ് y എന്ന് തന്നെയായിരിക്കും എക്സ്പെക്ടേഷൻ ഓഫ് y. അതായത് വേരിയൻസ് മീനും അവിടെ സെയിം ആണ്. അപ്പം വേരിയൻസ് ഓഫ് വൈ മീനായിട്ട് ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ. അതുപോലെ ഇപ്പം വൈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഇൻറ്റു 1 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആയിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. വേരിയൻസ് ഓഫ് വൈ ഈ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഇൻറ്റു 1 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും വേരിയൻസ് ഓഫ് വൈ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഇതൊരുമായിട്ട് നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആയിട്ടൊരു ഫംഗ്ഷൻ റിലേഷൻഷിപ്പ് ഉണ്ട്.
അപ്പം ആ ഒരു കേസിലൊക്കെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വേരിയൻസ് കിട്ടത്തില്ല. From distribution theory, we know that if y is Poisson, then variance of y raised to 1 by 2 is independent of the mean of y raised to 1 by 2. Thus, if response variable is count, then we can take y raised to 1 by 2 as dependent variable and run the regression. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, y പോയിസോൺ ആണെങ്കിൽ റൂട്ട് വൈയുടെ വേരിയൻസ് എന്ന് പറയുന്നത് റൂട്ട് വൈയുടെ മീനായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മുടെ y പോയിസോൺ ആണെങ്കിൽ സാധാരണ y പോയിസോൺ ആണെങ്കിൽ മീൻ ഓഫ് y തന്നെയായിരിക്കും വേരിയൻസ് ഓഫ് y. പക്ഷേ y പോയിസോൺ ആണെങ്കിലും വേരിയൻസ് ഓഫ് റൂട്ട് വൈയും വേരിയൻസ് ഓഫ് മീൻ ഓഫ് റൂട്ട് വൈയും രണ്ടും രണ്ടായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് y എന്നുള്ള ആ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് പകരമായിട്ട് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് y കൺസിഡർ ചെയ്യുന്നതിന് പകരം റൂട്ട് വൈ എന്നുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ വൈനെ മൊത്തത്തിൽ കളയുമല്ല, ആ വൈ എന്നുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് നമ്മൾ വൈക്ക് പകരം റൂട്ട് വൈ എന്നുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വെച്ചിട്ടായിരിക്കും പിന്നെ റിഗ്രഷൻ അനാലിസിസ് ചെയ്യുന്നത്. ഏത് കേസിലാണ്? വൈ ഫോളോസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി സിമിലർലി, ഇഫ് വൈ ഇസ് ബൈനോമിയൽ പ്രൊപ്പോർഷൻ, ദെൻ വി നോ ദാറ്റ് വേരിയൻസ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് y raised to 1 by 2 is independent of the mean of sin inverse of y raised to 1 by 2, and therefore we can take sin inverse of y raised to 1 by 2 as the dependent variable and run the regression. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ പോയിസോണിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി ബൈനോമിയലിൻ്റെ കേസിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, y എന്ന് പറയുന്നത് ബൈനോമിയൽ ആണെങ്കിലും വേരിയൻസ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് y raised to 1 by 2 എന്ന് പറയുന്നത് മീൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് y raised to 1 by 2 ആയിട്ട് റിലേഷൻഷിപ്പ് കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് y എന്നുള്ള ആ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ പകരം സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പോയിസോൺ ആണെങ്കിൽ നമ്മൾ എന്ത് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നത്? വൈക്ക് പകരമായിട്ട് റൂട്ട് വൈ എടുത്തിട്ടാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ റൂട്ട് വൈ ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്നത്. അതേസമയം ബൈനോമിയൽ ആണെങ്കിൽ നമ്മൾ വൈക്ക് പകരമായിട്ട് സൈൻ ഇൻവേഴ്സ് റൂട്ട് വൈ എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നമ്മുടെ സാധാരണ വൈ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വേരിയൻസ് കിട്ടത്തില്ല. വേരിയൻസ് വേറെ എന്തെങ്കിലും ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പം ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മറ്റേതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മോഡലിലുള്ള വേരിയൻസ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത്. Sometimes we can use prior experience or theoretical considerations in selecting a transformation. The following table gives some of the variance implies in transformation commonly used when theoretically we have a relationship between the variance and mean of the response variable y. ശരിക്കും നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ കുറച്ചൊരു എക്സ്പീരിയൻസ് വേണം. നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ കോളത്തിനകത്ത് റിലേഷൻഷിപ്പ് ഓഫ് വേരിയൻസ് ഓഫ് y ടു എക്സ്പെക്ടേഷൻ ഓഫ് y ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ വേരിയൻസും മീനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊരു റിലേഷൻഷിപ്പാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ കേസ് നോക്കാം. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. സിഗ്മ സ്ക്വയർ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യമുണ്ടോ? കോൺസ്റ്റന്റ് വേരിയൻസിലെ. അപ്പോൾ നമ്മൾ നോ ട്രാൻസ്ഫോർമേഷൻ. ഇനി സിഗ്മ സ്ക്വയർ പ്രൊപ്പോർഷനേറ്റ് ടു എക്സ്പെക്ടേഷൻ ഓഫ് y. ഈ കേസ് നമ്മൾ പറഞ്ഞാണ് സിഗ്മ സ്ക്വയർ അതായത് വേരിയൻസ് എക്സ്പെക്ടേഷൻ ഓഫ് y ആയിട്ട് പ്രൊപ്പോർഷനേറ്റ് ആണെങ്കിൽ അത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നടത്തുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വൈക്ക് പകരം നമ്മൾ y സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റന്റ് എടുത്തു. y സ്റ്റാറായിട്ട് നമ്മൾ എടുക്കുന്ന എന്താ? റൂട്ട് y ആണ് ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. ഇത് പോയിസോൺ ഡേറ്റ ആയിരിക്കും. ഇനി അടുത്തത് സിഗ്മ സ്ക്വയർ is proportionate to expectation of y into 1 minus expectation of y. ഇത് നമ്മൾ കണ്ടതാണ്, ബൈനോമിയലിൻ്റെ കേസാണ്. അപ്പോൾ നമ്മൾ നടത്തുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താ? y സ്റ്റാർ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് വൈ. വൈക്ക് പകരം സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് വൈ എന്നുള്ള ആ ഒരു വേരിയബിൾ ആയിരിക്കും നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് എടുക്കുന്നത്. ഇനി അടുത്തത് സിഗ്മ സ്ക്വയർ പ്രൊപ്പോർഷനേറ്റ് ടു എക്സ്പെക്ടേഷൻ ഓഫ് y ദ ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് വൈയുടെ സ്ക്വയർ ആയിട്ട് സിഗ്മ സ്ക്വയർ പ്രൊപ്പോർഷനേറ്റ് ആണെങ്കിൽ നമ്മളപ്പം നടത്തേണ്ട ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് y സ്റ്റാർ ഇസ് ഈക്വൽ ടു ln ഓഫ് y. അതായത് നമ്മൾ നാച്ചുറൽ ലോഗ് വൈയുടെ നാച്ചുറൽ ലോഗാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് ആ കേസിൽ കൺസിഡർ ചെയ്യേണ്ടത്. എങ്ങനെയുള്ളപ്പോഴാണ്? സിഗ്മ സ്ക്വയർ എക്സ്പെക്ടേഷൻ ഓഫ് വൈയുടെ സ്ക്വയർ ആയിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള കേസിൽ.
ഇനി അടുത്തത് സിഗ്മ സ്ക്വയർ പ്രൊപ്പോർഷനേറ്റ് ടു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ദ ഹോൾ ക്യൂബ്. സ്ക്വയർ ആയിട്ട് ആദ്യം നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആയിട്ടുള്ള കേസ് പഠിച്ചു, പിന്നെ എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ക്യൂബ് ആയിട്ട് പ്രൊപ്പോർഷനേറ്റ് ആണെങ്കിൽ നമ്മൾ നടത്തേണ്ട ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് y star is equal to y raised to -1/2. അതായത് നമ്മൾ റെസിപ്രോക്കലിന്റെ സ്ക്വയർ റൂട്ടാണ് ആ കേസിൽ ചെയ്യുന്നത്. y raised to 1/2 നമ്മൾ ആദ്യം ചെയ്തത് എന്താ, പോയിസോൺ ഡേറ്റയുടെ കേസിൽ. ഇവിടെ നമ്മൾ റെസിപ്രോക്കലിന്റെ സ്ക്വയർ റൂട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി സിഗ്മ സ്ക്വയർ ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് y ദ ഹോൾ റേസ് ടു 4. ഫോർത്ത് ക്യൂബ് ആണെങ്കിൽ, ഫോർത്ത് പവർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കേസിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത് y star is equal to y ഇൻവേഴ്സ്. ജസ്റ്റ് റെസിപ്രോക്കൽ എടുക്കുക. അപ്പം നമ്മൾ കുറച്ച് കേസസ് കണ്ടു. ആദ്യത്തെ കേസിൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യേണ്ട. പിന്നെ വേരിയൻസ് എക്സ്പെക്ടേഷൻ ഓഫ് y ആയിട്ട് പ്രൊപ്പോർഷനേറ്റ് ആണെങ്കിൽ നമ്മൾ നടത്തേണ്ട ട്രാൻസ്ഫോർമേഷൻ ആണ് റൂട്ട് y. വൈനെ നമ്മൾ റൂട്ട് y ആയിട്ട് എടുക്കുക. പിന്നെ വേരിയൻസ് എക്സ്പെക്ടേഷൻ ഓഫ് y ഇൻറ്റു 1 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് y ആയിട്ട് പ്രൊപ്പോർഷനേറ്റ് ആണെങ്കിൽ നടത്തേണ്ട ട്രാൻസ്ഫോർമേഷൻ സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് y. ഇനി സിഗ്മ സ്ക്വയർ എക്സ്പെക്ടേഷൻ ഓഫ് y സ്ക്വയർ ആയിട്ടാണ് പ്രൊപ്പോർഷനേറ്റ് എങ്കിൽ നമ്മൾ നടത്തേണ്ട ട്രാൻസ്ഫോർമേഷൻ ln ഓഫ് y നാച്ചുറൽ ലോഗ് എടുത്തിട്ട് ആണ് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. ഇനി സിഗ്മ സ്ക്വയർ എക്സ്പെക്ടേഷൻ ഓഫ് y ഹോൾ ക്യൂബ് ആയിട്ടാണെങ്കിൽ നമ്മൾ നടത്തേണ്ട ട്രാൻസ്ഫോർമേഷൻ y star is equal to y raised to -1/2. അതായത് റെസിപ്രോക്കലിന്റെ സ്ക്വയർ എടുത്തിട്ടാണ് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. ഇനി സിഗ്മ സ്ക്വയർ പ്രൊപ്പോർഷനേറ്റ് ടു എക്സ്പെക്ടേഷൻ ഓഫ് y ഹോൾ റേസ് ടു 4. ഫോർത്ത് പവർ ആയിട്ടാണ് പ്രൊപ്പോർഷനേറ്റ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് y star എന്ന് പറയുന്നത് y ഇൻവേഴ്സ് ആയിരിക്കും. അതായത് റെസിപ്രോക്കലാണ് എടുക്കേണ്ടത്. However, in many cases, we could not have prior information on the nature of the relationship between the variance and the mean. The indication of non-constant variance is got from an inspection of scatter diagram or residual analysis. In these cases, the appropriate transformation must be selected empirically. അപ്പം നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്കൊരു പക്ഷേ ഡേറ്റ നോക്കിയാൽ നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ 1-2 ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്ക് ഏത് ട്രാൻസ്ഫോർമേഷനാണ് ഇത് കറക്റ്റായിട്ട് സ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു നോൺ കോൺസ്റ്റന്റ് വേരിയൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെ, റെസിജ്വൽ പ്ലോട്ട്സ് വഴി നമ്മൾ നോക്കുകയാണ്. അപ്പോൾ റെസിജ്വൽ പ്ലോട്ട്സിൻ്റെ ആ ഷേപ്പ് അനലൈസ് ചെയ്തിട്ടാണ് നോൺ കോൺസ്റ്റന്റ് വേരിയൻസ് ആണോ ഇല്ലയോ നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോൺ കോൺസ്റ്റന്റ് വേരിയൻസ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ മാറി മാറി അപ്ലൈ ചെയ്ത് നോക്കും. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻസ് ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻസ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മോഡലിൽ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മോഡൽ റെസിജ്വൽ പ്ലോട്ടിന്റെ ഷേപ്പ് നമ്മൾ അനലൈസ് ചെയ്യും. അപ്പോൾ നോൺ കോൺസ്റ്റന്റ് വേരിയൻസ് ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ബാക്കി പ്രൊസീജിയേഴ്സിലേക്ക് കടക്കുന്നത്. അപ്പം വേരിയൻസ് കോൺസ്റ്റന്റ് ആക്കാനുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി ലീനിയറൈസിങ് ദ മോഡൽ. ലീനിയറൈസിങ് ദ മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അടുത്ത അസംപ്ഷൻ നമ്മുടെ എക്സും വൈയും തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മോഡൽ ലീനിയർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് അടുത്ത സെക്ഷനിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. The assumption of a linear relationship between y and regressors is the starting point of regression analysis, but sometimes prior experience and theoretical considerations may indicate transformations required. The resulting linearized forms are depicted in the following table. അപ്പോൾ നമ്മുടെ ലീനിയർ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസംഷൻസ്. അപ്പോൾ ചില കേസിൽ ആ ഒരു അസംഷൻ ചിലപ്പോൾ ഫോളോ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യാത്ത കേസിൽ ചിലപ്പോൾ കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്താൽ ആ ഒരു ലീനിയർ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് ആണ് ലീനിയാരിറ്റി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ലീനിയാരിറ്റി വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതെന്നാണ് ഈ ഒരു ടേബിളിൽ നമ്മൾ പറയുന്നത്. ആദ്യത്തെ കേസിൽ നമ്മൾ എന്താ കണ്ടേ, വേരിയൻസ് കോൺസ്റ്റന്റ് ആയിട്ടല്ല എങ്കിൽ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് കണ്ടേ. ഇനി നമ്മൾ ഈ ഒരു എക്സും വൈയും തമ്മിൽ നമ്മുടെ മോഡലിൽ ലീനിയർ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യത്തേനകത്ത് ലീനിയറൈസബിൾ ഫംഗ്ഷൻ. നമുക്ക് ഏതാണോ ലീനിയറൈസ് ചെയ്യേണ്ടത് ആ ഒരു ഫംഗ്ഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. y is equal to beta naught into x raised to beta 1. ഈ ഒരു ഫോമിലാണ് നമ്മുടെ ഈ മോഡൽ കിടക്കുന്നതെങ്കിൽ y is equal to beta naught into x raised to beta 1 എന്നുള്ള ഫോമിലാണെങ്കിൽ നമ്മൾ നടത്തേണ്ട ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പം ഈ ഒരു കേസിൽ നമ്മൾ എക്സിനും ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം, വൈക്കും ട്രാൻസ്ഫോർമേഷനും കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ എക്സും വൈയും തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് ആണല്ലോ നോക്കുന്നത്. ചില കേസിൽ എക്സിന് മാത്രം കൊടുത്താൽ മതിയായിരിക്കും, ചിലപ്പം എക്സിനും വൈക്കും നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും.
അപ്പോൾ y ഇക്വൽ ടു ബീറ്റ നോട്ടിന്റെ എക്സ് റൈസ് ടു ബീറ്റ 1 എന്നുള്ള ആ ഒരു ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ട്രാൻസ്ഫോർമേഷൻ y സ്റ്റാർ ഇക്വൽ ടു ln ഓഫ് y. വൈയുടെ നാച്ചുറൽ ലോഗ് ആണ് വൈക്കുള്ള ട്രാൻസ്ഫോർമേഷൻ. അതുപോലെ എക്സിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് x സ്റ്റാർ ഇക്വൽ ടു ln ഓഫ് x. എക്സിന്റെ വൈയുടെ നാച്ചുറൽ ലോഗ് എടുക്കുന്നതാണ്. ഈ ഒരു കേസിലാണ് ഇങ്ങനെയാണ് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ കിടക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ട ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതുകൊണ്ടുള്ള വ്യത്യാസം വരുന്ന റിസൾട്ടിങ് ലീനിയറൈസിംഗ് ഫോം. ഇപ്പൊ ഈ ഒരു ഫോമിൽ നിന്ന് എങ്ങനെ ഈ ഒരു ഫോമിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു ഫോമിൽ എന്താ കാണുന്നത്? y സ്റ്റാർ ഇസ് ഇക്വൽ ടു ln ഓഫ് ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 ഇൻറ്റു എക്സ് സ്റ്റാർ. അപ്പൊ ഈ ഒരു ഫോമിലേക്ക് നമ്മുടെ മോഡല് മാറും. അപ്പൊ ഇതറിയാം, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഇക്വേഷനിൽ കിടക്കുന്ന നമ്മുടെ മോഡല് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത വഴി ഈ ഒരു മോഡലിലേക്ക് മാറും. അടുത്തത് y ഇക്വൽ ടു ബീറ്റ നോട്ട് ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് ബീറ്റ 1 എക്സ്. അപ്പം ബീറ്റ നോട്ടിന്റെ എക്സ്പൊണൻഷ്യൽ ഓഫ് ബീറ്റ 1 എക്സ് എന്നുള്ള ആ ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ട ട്രാൻസ്ഫോർമേഷൻ എന്താ? y സ്റ്റാർ ഇക്വൽ ln ഓഫ് y. അപ്പോൾ ഈ ഒരു ഫോമിൽ കിടക്കുവാണെങ്കിൽ നമ്മൾ yക്ക് മാത്രം ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ റിസൾട്ടിങ് ലീനിയറൈസിംഗ് ഫോം വരുന്നത് y സ്റ്റാർ ഇക്വൽ ടു ln ഓഫ് ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 എക്സ്. അപ്പോൾ ഇതൊരു ലീനിയർ ഫോമിലേക്ക് മാറി. ഇനി അടുത്തത് പറയുന്നത് y ഇക്വൽ ടു ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 ln ഓഫ് എക്സ്. അപ്പോൾ ഈ ഒരു ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യേണ്ടത് x സ്റ്റാർ ഇക്വൽ ടു ln ഓഫ് എക്സ്. അതിന് റിസൾട്ടിങ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് y ഇക്വൽ ടു ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 എക്സ് സ്റ്റാർ. ഇപ്പം ഏതൊക്കെ ഇപ്പം നമ്മുടെ മോഡൽ ഏത് ഫോമിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ് ലീനിയറൈസിബിൾ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് ട്രാൻസ്ഫോർമേഷനാണ് ആ ഒരു കേസിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത കോളത്തിൽ. ആ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ചേഞ്ച് ആണ് ലാസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി y ഇക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ ബീറ്റ നോട്ട് എക്സ് മൈനസ് ബീറ്റ 1 ഈ ഒരു ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ട്രാൻസ്ഫോർമേഷൻ എക്സിനും വൈക്കും നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക എന്നുള്ളതാണ്. y സ്റ്റാർ ഇക്വൽ ടു 1 ബൈ y ആണ്, x സ്റ്റാർ ഇക്വൽ ടു 1 ബൈ എക്സ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിങ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് y സ്റ്റാർ ഇക്വൽ ടു ബീറ്റ നോട്ട് മൈനസ് ബീറ്റ 1 എക്സ് സ്റ്റാർ. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് വേരിയൻസ് ആയിട്ടുള്ള കേസിലുള്ള ട്രാൻസ്ഫോർമേഷൻ കണ്ടു. അതുപോലെ ലീനിയാരിറ്റി എന്ന് പറയുന്ന ആ അസംഷൻ ഫോളോ ചെയ്യാത്ത കേസിലുള്ള ട്രാൻസ്ഫോർമേഷൻസും കണ്ടു. ഇനി അടുത്ത് പറയുന്നത് അനലിറ്റിക്കൽ സെലക്ഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ദ സെലക്ഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇസ് ക്ലിയർ ഇഫ് ദ നേച്ചർ ഓഫ് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇസ് നോൺ or if the nature of relationship between dependent variable and independent variable is roughly known through a graph. But such knowledge is generally unavailable, hence there is a need for a formal technique to select a transformation. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഏത് ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ സാധാരണ നോക്കുന്നത് എന്താ? നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് നോക്കും. അതായത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് നോക്കും. അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മളൊരു ഗ്രാഫ് വഴി വല്ലതും പ്ലോട്ട് ചെയ്തിട്ട് അത് അങ്ങനെയാണ് നമ്മൾ സാധാരണ നോക്കുന്നത്. പക്ഷേ ചില കേസിൽ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് അൺഅവൈലബിൾ ആയിട്ട് കിട്ടും. നമുക്ക് കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാനോ നോക്കാനോ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് അടുത്തത് പറയുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് y ഓൺ y ബോക്സ് കോസ് മെത്തേഡ്. ബോക്സ് കോസ് മെത്തേഡ് വഴി എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. The box-cause family of transformation is applied to correct non-normality and or non-constant variance. നോർമൽ ആയിട്ടുള്ള അത് നോർമൽ അസംഷൻ അറിയാലോ, നമ്മുടെ മോഡല് നോർമൽ ആയിരിക്കണം എന്നുള്ള ഒരു അസംഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു അസംഷൻ ഫോളോ ചെയ്യുന്നില്ല, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ അല്ല എങ്കിൽ നമ്മൾ ഈ ബോക്സ് കോസ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വേരിയൻസ് അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ബോക്സ് കോസ് ട്രാൻസ്ഫോർമേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. The class of transformation, also known as power transformation, is specified as y raised to lambda, where lambda is to be properly chosen. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ നമ്മൾ ബോക്സ് കോസ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു നടത്തുന്ന ആ ഒരു ക്ലാസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പവർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പവർ ട്രാൻസ്ഫോർമേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് y raised to lambda, where lambda is to be properly chosen. അപ്പോൾ ലാംഡ വ്യത്യാസത്തിൽ വരും. y raised to lambda എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ബോക്സ് കോസിന്റെ കേസിൽ ചൂസ് ചെയ്യുന്നത്. ബട്ട് ക്ലിയർലി ഡിഫിക്കൽറ്റി arises when we have lambda equal to 0 because all the transformed values become a constant, namely unity. Thus, instead of using y raised to lambda, an approach to solve this difficulty is to use y raised to lambda minus 1 divided by lambda as the response variable. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നമ്മുടെ y raised to lambda എന്നുള്ള ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നം പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലാംഡ
സീറോ ആയി പോവുകയാണെങ്കിൽ നോക്കി y റേസ് ടു സീറോ എന്ന് പറയുന്നത് എന്താ? y റേസ് ടു സീറോ ഏതൊരു നമ്പറും റേസ് ടു സീറോ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് മാറും. അപ്പോൾ ഒരു എല്ലാ കേസിലും നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ അപ്പോൾ എന്താവും 1 1 1 എന്നുള്ള കേസ് തന്നെ വരും. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു അബ്സോർഡ് വാല്യൂ ആണ്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ y റേസ് ടു ലാംഡ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ഒരു ഡിഫിക്കൽറ്റി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് y റേസ് ടു ലാംഡ -1 ഡിവൈഡ് ബൈ ലാംഡ. ആ y റേസ് ടു ലാംഡ -1 ഡിവൈഡ് ബൈ ലാംഡ എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ റെസ്പോൺസ് വേരിയബിളിന് കൊടുക്കുന്നത്. Note that for lambda equal to 0, this transformation is also a 0 by 0 indeterminate form, but applying L'Hospital's rule, we see that limit lambda tends to 0, y raised to lambda -1 divided by lambda is equal to ln of y. Thus, the class of power transformation is well defined for all values of lambda. അപ്പോൾ ഈ ഒരു കേസിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാംഡ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതൊരു 0 by 0 ഇൻഡിറ്റർമിനന്റ് ഫോമിലേക്ക് വരും. ലാംഡ ഈക്വൽ ടു 0 എന്താ ആണെങ്കിൽ എന്താ ഡിനോമിനേറ്റർ 0 ആയിട്ട് വരത്തില്ലല്ലോ. അപ്പം ഇതൊരു ഇൻഡിറ്റർമിനന്റ് ഫോമിലേക്ക് വരും. പക്ഷെ നമ്മൾ ഇവിടെ ഒരു എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറയുന്ന ഒരു റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ ലിമിറ്റ് ലാംഡ ടെൻസ് ടു 0, y റേസ് ടു ലാംഡ -1 ഡിവൈഡ് ബൈ ലാംഡ എന്ന് പറയുന്നത് നമ്മൾ എന്താവും ln of y, വൈയുടെ നാച്ചുറൽ ലോഗായിട്ട് വരും. അപ്പം നമുക്ക് എല്ലാ കേസിലും പവർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ട് തന്നെ കിട്ടി ലാംഡയുടെ എല്ലാ കേസിലും. അപ്പോൾ ആദ്യത്തെ ട്രാൻസ്ഫോർമേഷനുള്ള y റേസ് ടു ലാംഡ എന്നുള്ളതാണ് എടുത്തത്. y റേസ് ടു ലാംഡയിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാംഡ ഈക്വൽ ടു 0 വരുവാണെങ്കിൽ ആ ഒരു എല്ലാ വൈയുടെ വാല്യൂവും യൂണിറ്റി ആയിട്ട് മാറും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പകരമായിട്ട് y റേസ് ടു ലാംഡ -1 ഡിവൈഡ് ബൈ ലാംഡ എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ എടുത്തു. അപ്പോൾ ലാംഡ ഈക്വൽ ടു 0 വരുന്ന കേസിൽ ഒരു ചെറിയ ഇൻഡിറ്റർമിനന്റ് ഫോമിലേക്ക് വരും. അപ്പോൾ നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് ലാംഡ ടെൻസ് ടു 0, y റേസ് ടു ലാംഡ -1 ഡിവൈഡ് ബൈ ലാംഡ എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗ് ഓഫ് y ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ ക്ലാസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് thus the class of transformation is given by y raised to lambda is equal to y raised to lambda -1 divided by lambda equal to 0, ln of y when lambda equal to 0, lambda not equal to 0 and ln of y when lambda equal to 0. അപ്പോൾ ലാംഡ 0 അല്ലാത്ത കേസിലുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് y raised to lambda equal to y raised to lambda -1 divided by lambda എന്നുള്ളതാണ്. അതുപോലെ ലാംഡ 0 ആയിട്ടുള്ള കേസിൽ ട്രാൻസ്ഫോർമേഷൻ വൈയുടെ നാച്ചുറൽ ലോഗ് ആയിരിക്കും. There is still a problem because lambda changes, the value of y raised to lambda -1 divided by lambda changes dramatically, and so it would be difficult to compare model summary statistics for models with a different values of lambda. ഇപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാംഡ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ലാംഡയിലുള്ള വാല്യൂസ് മാറുന്നതിനനുസരിച്ച് y raised to lambda -1 divided by lambda എന്നുള്ള ആ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒത്തിരി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോഡൽസ് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഏത് മോഡലാണ് ബെറ്റർ പെർഫോമൻസ്, ഏത് മോഡലിൻ്റെ പെർഫോമൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്നുള്ള കമ്പാരിസൺ നമുക്ക് നടത്തണമല്ലോ. അപ്പോൾ ആ ഒരു മോഡൽ കമ്പാരിസണിന് വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആവും ഈ ലാംഡയുടെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്രോപ്രിയേറ്റ് പ്രൊസീജിയറാണ് y raised to lambda is equal to y raised to lambda -1 divided by lambda into y raised to lambda -1 when lambda not equal to 0, and y into ln of y when lambda equal to 0, where y dot is the geometric mean of the y's. അപ്പോൾ നമ്മൾ y dot എന്ന് പറയുന്ന ഒരു ടേമും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുവാണ്. ഇവിടെ y dot കൊണ്ട് ഉദ്ദേശിക്കുന്നത് yയുടെ ജോമെട്രിക് മീനാണ്. ഈ വൈയുടെ ജോമെട്രിക് മീനിങ് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലുള്ള ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ y raised to lambda -1 divided by lambda, അതിൻ്റെ കൂടെ ആ ഒരു ഡിനോമിനേറ്ററിൽ നമ്മൾ y raised to lambda -1 എന്ന് പറയുന്ന ടേമും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. ഇവിടെ ഈ y എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോമെട്രിക് മീനാണ് വൈയുടെ. അതുപോലെ ലാംഡ 0 ആയിട്ടുള്ള കേസിൽ y ഡോട്ട് ഇൻറ്റു ln of y എടുത്തു. അവിടെ y നോട്ട് എന്ന് പറയുന്നത് എന്താ ജോമെട്രിക് മീൻ ഓഫ് y ആണ്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ ബോക്സ് കോസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് നോർമാലിറ്റി അസംഷൻ ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വേരിയൻസ് ആണോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹൗ ടു ചൂസ് ദ പ്രോപ്പർ ലാംഡ, ഇനി എങ്ങനെയാണ് നമ്മൾ ലാംഡ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. By fixing different values of lambda and keeping y raised to lambda as a dependent variable and running the model, you would get the residual sum of square for each model.
അപ്പോൾ നമ്മൾ ഒരു മോഡലിൽ ലാംഡ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ലാംഡ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ y/λനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് എടുത്തിട്ട് മോഡൽ റൺ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്കൊരു റെസിജ്വൽ സം ഓഫ് സ്ക്വയർ കിട്ടുമല്ലോ. ഓരോ മോഡലിൻ്റെ കേസിൽ നമ്മൾ y/λനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് എടുക്കും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിജ്വൽ സം ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കും. ലെറ്റ് sum of square of residual of lambda be the residual sum of square with y/λ as a dependent variable. അപ്പോൾ നമ്മൾ ആ ഒരു കിട്ടുന്ന സം ഓഫ് സ്ക്വയറിനെ നമ്മൾ residual of lambda എന്ന് പറഞ്ഞെടുത്തു. We choose the transformation for which residual is minimum. അപ്പോൾ നമ്മുടെ എടുത്തിട്ടുള്ള മോഡലുകളിൽ നമ്മൾ ഏത് മോഡലാണ് ബെസ്റ്റ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോക്സ് കോസ് ട്രാൻസ്ഫോർമേഷനിൽ ഏത് ലാംഡയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ y/λനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് സം ഓഫ് സ്ക്വയർ ഓഫ് റെസിഡ്യുവൽ നോക്കും. അപ്പോൾ ഏത് ലാംഡയ്ക്കാണ് സം ഓഫ് സ്ക്വയർ ഓഫ് റെസിഡ്യുവൽ ഏറ്റവും മിനിമം ആയിട്ട് കിട്ടുന്നത് ആ മോഡലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദ പ്രാക്ടീസ് ഈസ് ടു ചൂസ് about 10 to 20 values of lambdas intervals of say 1/2 or 1 each and compare the resulting values of sum of square of residual of lambda. അപ്പോൾ നമ്മൾ ലാംഡയുടെ വാല്യൂ ഒരു 10-20 വാല്യൂസ് നമ്മൾ നോക്കണം. ആ ഓരോ ലാംഡയുടെ വാല്യൂ ഹാഫ് അല്ലെങ്കിൽ 1 ഡിഫറൻസിൽ നമ്മൾ വേരി ചെയ്ത് നോക്കിച്ചിട്ട് ആ കിട്ടുന്ന മോഡൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. സം ഓഫ് സ്ക്വയർ ഓഫ് റെസിഡ്യുവൽ ആണ് കമ്പയർ ചെയ്ത് നോക്കേണ്ടത്. After the first round of choice, a second round is performed with the final mesh of values of lambda chosen around the value obtained in the first round. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ഏകദേശം ലാംഡയുടെ ഒരു വാല്യൂ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള സെക്കൻഡ് റൗണ്ട് ഓഫ് വാല്യൂസ് നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൺഫേം ആക്കണം. However, if we get the ultimate choice as same value like say 0.45, we can approximate that to 0.5. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചോയ്സിലും കിട്ടിയപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് കിട്ടിയ ആ ഒരു വാല്യൂവിൻ്റെ അടുത്ത് തന്നെയാണ് സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് വാല്യൂസ് കിട്ടുന്നതെങ്കിൽ ഏകദേശം ഇപ്പോൾ 0.45 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 0.5 ആക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു അടുത്തടുത്തുള്ള വാല്യൂസ് നമുക്ക് 2 റൗണ്ടിലായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ ബോക്സ് കോസ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുന്നത് നോൺ നോർമാലിറ്റി ചെക്ക് ചെയ്യാനും അതുപോലെ നോൺ കോൺസ്റ്റന്റ് വേരിയൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ഇത് ഈ ബോക്സ് കോസ് ട്രാൻസ്ഫോർമേഷൻ പവർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുന്നത്. y/λ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. y/λ ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫക്ട്സ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് കോസ് മെത്തേഡ് വഴി എങ്ങനെയാണ് നമ്മുടെ മോഡൽ ബെസ്റ്റ് ആണോ ഏത് മോഡലാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഈ ഒരു മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓൺ റിഗ്രസേഴ്സ്, അതായത് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ത് ട്രാൻസ്ഫോർമേഷനാണ് വരുത്തേണ്ടതെന്നാണ് നോക്കുന്നത്. Suppose that the assumptions of normality and non-zero correlation between the response and the constant variance assumption are all roughly satisfied. The question is, what is the transformation required on the regressors so that we can get a very good fit? ഇപ്പോൾ സപ്പോസ് നമുക്ക് നോർമാലിറ്റി എന്നുള്ള അസംഷൻ സാറ്റിസ്ഫൈ ചെയ്തു, അതുപോലെ തന്നെ റെസ്പോൺസ് വേരിയൻസ് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതുപോലെ കോൺസ്റ്റന്റ് വേരിയൻസും ഉണ്ടെന്ന് വെക്കുക. റെസ്പോൺസ് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, മൾട്ടി കൊളിനിയാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് വേരിയൻസും ഉണ്ട്, പിന്നെ നോർമാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് വേറെ കാര്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് എന്ത് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്താലാണ് നമ്മൾ എടുത്തിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് കൂടുതലും റിലേഷൻഷിപ്പ് ഉള്ളതെന്ന് നോക്കുക. എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ഗുഡ് ഫിറ്റ് ആയിട്ട് നമ്മുടെ മോഡലിനെ മാറ്റാൻ പറ്റുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫോർ ഡിസൈഡിങ് ദ ട്രാൻസ്ഫോർമേഷൻ റിക്വയർഡ് ഓൺ എനി പർട്ടിക്കുലർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ട്രാൻസ്ഫോം ദാറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻ മെനി വേസ് and compute for which of these transformations the absolute correlation between the dependent variable and the transformed independent variable is highest. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ നമ്മൾ കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ് നടത്തിയിട്ട് ഏത് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോഴാണ് നമ്മൾ എടുത്തിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിളും നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിൽ കൂടുതൽ റിലേഷൻഷിപ്പ്, അതായത് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് കോറിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കും. അപ്പോൾ അങ്ങനെയുള്ള നോക്കിയിട്ട് ആ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. This would roughly help us to decide which transformed form of the independent variable should be considered. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് നോക്കിയിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് ട്രാൻസ്ഫോംഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് കൂടുതൽ റിലേഷൻഷിപ്പ് എങ്കിൽ നമ്മൾ അതായിരിക്കും നോക്കുന്നത്.
അപ്പോൾ ആ ഏത് ഫോം ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് നോക്കുന്നത്. However, sometimes we may have to introduce more than one term corresponding to the same variable. For example, a linear and quadratic term may be necessary if there is a parabolic relation exhibited in the scatter plot. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരേ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഒന്നിൽ കൂടുതൽ ടേംസ് ചിലപ്പം ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഈ സ്കാറ്റർ പ്ലോട്ടിൽ ഒരു പാരാബോളിക് റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പം നമ്മുടെ ലീനിയർ ഫംഗ്ഷൻ്റെ കൂടെ തന്നെ ലീനിയർ ടേമിൻ്റെ കൂടെ തന്നെ ക്വാഡ്രാറ്റിക് ടേമും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. ദ സ്കാറ്റർ പ്ലോട്ട് മേ ബി എക്സ് വേഴ്സസ് വൈ ഓർ ദ പാർഷ്യൽ റിഗ്രഷൻ പ്ലോട്ട് വിച്ച് വാസ് മെൻഷൻഡ് എർലിയർ. ഇപ്പം നമ്മൾ ഈ ഒരു പ്ലോട്ട് പാരാബോളിക് റിലേഷൻഷിപ്പ് ആണോ നോക്കുന്നത്, ഒന്നെങ്കിൽ റിഗ്രസീവ് വേരിയബിൾസ്, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ആ ഒരു ഗ്രാഫ് ആയിരിക്കും, അല്ലെങ്കിൽ പാർഷ്യൽ റിഗ്രഷൻ പ്ലോട്ട് വഴിയായിരിക്കും നമ്മൾ നോക്കുന്നത്. The partial regression plot also helps us to get an idea of the transformation required on any independent variable. പാർഷ്യൽ റിഗ്രഷൻ പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാത്രം നോക്കിയിട്ട് അതിൻ്റെ ഒരു ഇഫക്റ്റ് മറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ളപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർഷ്യൽ റിഗ്രഷൻ പ്ലോട്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാർഷ്യൽ റിഗ്രഷൻ പ്ലോട്ട് വഴി നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ എന്ത് ട്രാൻസ്ഫോർമേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ട്രാൻസ്ഫോർമേഷൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻസിൻ്റെ സെക്ഷൻ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.